സംസ്ഥാനത്തെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നുവെന്ന ആരോപണവുമായി തീരദേശ പരിപാലന സമരസമിതി. കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന പ്രസ്താവനയ്ക്കപ്പുറം ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. കൊല്ലം പരപ്പിൽ ആരംഭിക്കാൻ പോകുന്ന ഖനന നീക്കത്തിൽ തെക്കൻ തീരപ്രദേശങ്ങളിൽ വലിയ പ്രക്ഷോഭമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. മത്സ്യമേഖലയിലെ CITU സംഘടന ഉൾപ്പെടെ കടൽ മണൽ ഖനനത്തിനെതിരെ സമരരംഗത്ത് വന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. നേരത്തെ ഖനന നീക്കം നടന്നപ്പോൾ കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന നിലപാടിനപ്പുറത്തേക്ക് പരസ്യമായി ഖനനത്തെ എതിർക്കാൻ തയ്യാറാവണമെന്നാണ് മത്സ്യമേഖല ആവശ്യപ്പെടുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ബ്ലൂ എക്കോണമിയുടെ ഭാഗമായി 2023 പുതിയ നിയമം കൊണ്ടുവന്ന് കടൽ മണൽ ഖനനത്തിന്, കടൽ മണൽ മാത്രമല്ല കടൽ ധാതുക്കൾ മുഴുവൻ ഖനനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5-6 മത്സ്യ ബാങ്കുകളിൽ ഒന്നാണ്. ലോകത്തിൽ 27 മത്സ്യ ബാങ്കിൽ ഒന്നാണ് കൊല്ലം പരപ്പ് എന്ന് പറയുന്ന കൊല്ലം ഫിഷ് ബാങ്ക്. അതാണ് കുത്തിപ്പൊളിക്കാൻ വേണ്ടി പോണത്. ഇത് വെറുതെ കടലാസിലല്ല. 17-ാം തീയതി ടെൻഡറാണ്. 27-ാം തീയതി ടെൻഡർ പൊട്ടിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് മൗനം പാലിക്കുകയാണ്. കടൽ മണൽ ഖനനം ആദ്യം നടക്കുന്നത് CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലം ജില്ലയിലാണ്. വിഷയത്തിൽ സർക്കാരിന്റെയും ഭരണം നിയന്ത്രിക്കുന്ന CPIM-ന്റെയും നിലപാട് വ്യക്തമാകാത്തത് പാർട്ടിക്കുള്ളിലും ചർച്ചയായി. അതേസമയം കോൺഗ്രസിന് പുറമെ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളും ക്രിസ്ത്യൻ സഭകളും തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.